أعوذ بالله من الشيطان الرجيم ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്താണ്? പ്രവാചകനെക്കുറിച്ച് പഠിക്കലും പ്രവാചകനെ അനുകരിക്കലും അനുസരിക്കലുമാണ്. ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം ഖസായിസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രത്യേകതകൾ. ഒരുപാട് മറ്റു പ്രവാചകന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ഒരു 10 പ്രത്യേകതകളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ബഹുമാനവും ആദരവും. മറ്റ് പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത ആദരവ് അല്ലാഹ് റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറയുന്നതായി നമുക്ക് കാണാം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഉത്തമമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്, മഹത്തായ ഒരു പ്രകൃതത്തിൻ്റെ ഉടമയാണ് താങ്കൾ. സൂറത്തു നിസാഇന്റെ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗലാ ഫളലുല്ലാഹി അലൈക വറഹ്മതുഹു ലഹമ്മത് ത്വായിഫതും മിൻഹും അയ്യുദല്ലൂക്. അല്ലാഹുവിൻ്റെ ഫളലും അല്ലാഹുവിൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ റസൂലേ, അവരിൽ ഒരു വിഭാഗം താങ്കളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചേനെ. വമാ യുദല്ലൂന ഇല്ലാ അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തെ തന്നെയാണ് വഴിപിഴപ്പിക്കുന്നത്. വമാ യദുറൂനക മിൻ ഷൈ, അവരുടെ ഒരു പ്രവർത്തനവും താങ്കൾക്കൊരു ദ്രോഹവും വരുത്തില്ല. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അല്ലാഹു താങ്കൾക്ക് കിതാബും ഹിക്മത്തും ഇറക്കി തന്നിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾ അറിയാത്ത കാര്യങ്ങൾ താങ്കൾക്കല്ല പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ, അല്ലാഹു താങ്കൾക്ക് നൽകിയ ഫദ്ൽ എത്രയോ മഹത്തരമാണ്, അല്ലാഹു താങ്കൾക്ക് നൽകിയ ശ്രേഷ്ഠത എത്രയോ വലുതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 253-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്. അപ്രകാരം ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ മഹത്വം നാം നൽകിയിരിക്കുന്നു. അതിൽ അല്ലാഹുവിനോട് സംസാരിച്ചവരുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റൂഹുൽ ഖുദ്സ് വഴി ജനിച്ചവരുണ്ട്. അങ്ങനെ പല പ്രത്യേകതകളും നൽകിയ പ്രവാചകന്മാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നൽകിയ പ്രത്യേകതകളാണത്. പരിശുദ്ധ ഖുർആൻ നാം മുഴുവൻ തിരഞ്ഞാലും യാ മുഹമ്മദ് എന്നൊരു അഭിസംബോധന കാണാൻ കഴിയില്ല. അള്ളാന്റെ റസൂലിനെ പടച്ചവൻ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന, അല്ലയോ നബിയേ. യാ അയ്യുഹർ റസൂൽ ഹജ്ജിൽ മുഅ്മിനീന അലൽ ഖിതാൽ, അല്ലയോ റസൂലേ. നബിയെ റസൂലേ എന്നല്ലാതെ അള്ളാന്റെ റസൂലിനെ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റു പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രവാചകന്മാരുടെ പേര് പടച്ചവൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗ്ഗത്തിൽ താമസിച്ചു കൊള്ളുക. യാ നൂഹ് ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക്, നൂഹേ എന്റെ ബറക്കത്ത് കൊണ്ടും എന്റെ സലാമത്തിനാലും നീ കപ്പലിലേക്ക് കയറിക്കൊള്ളുക. യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ, ഇബ്രാഹിം താങ്കൾ ഇതാ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക്, ലൂത്തേ നിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പറയുന്നു. യാ മൂസ ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, അല്ലയോ മൂസ ഞാനാകുന്നു അല്ലാഹു, എന്നെ നീ ആരാധിക്കുകയെന്ന് മൂസാ നബിയെ പേരെടുത്ത് വിളിക്കുന്നു. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, ദാവൂദേ ഈ ദുനിയാവിൽ ഞാൻ നിനക്ക് രാജാധികാരം നൽകിയിരിക്കുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, അല്ലയോ സക്കരിയ ജനിക്കാൻ പോകുന്ന യഹ്യ എന്ന് പേരുള്ള ഒരു സന്താനത്തെ തൊട്ട് ഞാൻ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ, അല്ലയോ യഹ്യ നിനക്ക് നൽകപ്പെട്ട കിതാബ് ഗ്രന്ഥം നീ മുറുകെ പിടിച്ചുകൊള്ളുക. യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, അല്ലയോ ഈസ ഞാൻ താങ്കളെ എന്നിലേക്ക് ഉയർത്തുന്നതാണ്, താങ്കളുടെ ദറജ ഞാൻ ഉയർത്തുന്നതാണ്, താങ്കളെ ഞാൻ ശുദ്ധീകരിക്കുന്നതാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും പേരെടുത്തുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുമെന്നാൽ യാ മുഹമ്മദ് എന്ന പേര് വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിട്ടില്ല. യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, ആ രീതിയിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറ്റു പ്രവാചകന്മാരോടെല്ലാം അള്ളാന്റെ റസൂലിൽ വിശ്വസിക്കുമെന്നും ആ റസൂലിനെ സഹായിക്കുമെന്നും കരാറ് വാങ്ങിയിട്ടുണ്ട് പടച്ചറബ് സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരോടും അവസാനം വരാനിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുമെന്നും ആ പ്രവാചകനെ സഹായിക്കുമെന്നുമുള്ള കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ആല ഇംറാനിന്റെ 81-ാമത്തെ ആയത്താണത്. അല്ലാഹു പറയുന്നു, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നാം എല്ലാ പ്രവാചകന്മാരിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭം അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയതിനു ശേഷം ثم جاءكم رسول مصدق لما معكم, എന്നിട്ടതിനു ശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ കടന്നു വരികയാണെങ്കിൽ ലതുമിനുന്ന ബിഹി വലതൻസുറുന്ന, അവരിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. ഖാല അഖറൽതും, നിങ്ങൾ അംഗീകരിക്കുന്നുവോ? വഅഖൽതും അലാ ദാലികും ഇസ്രി, എൻ്റെ ഈ കൽപ്പന നിർവഹിക്കുന്നതിൽ എൻ്റെ ഈ കൽപ്പന നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചപ്പോ ആ പ്രവാചകന്മാര് മുഴുവനും മറുപടി പറയുകയാണ്, ഖാലൂ അഖറർനാ, ഞങ്ങളിതാ അംഗീകരിച്ചിരിക്കുകയാണ്, ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖാല ഫശ്ഹദൂ, എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. വഅന മഅകും മിനശ് ഷാഹിദീൻ, അല്ലാഹ് പറയുകയാണ് ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നതാണ്. അവസാനം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഈ ഒരു വിഷയം ബാധകമല്ലാത്തത്. ബാക്കി എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നതിന് പോലും ചില എത്തിക്സ് പടച്ചോൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില രീതികൾ, റെഗുലേഷൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എല്ലാവരോടും സംസാരിക്കുന്ന പോലെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ പാടില്ല. എല്ലാരെയും വിളിക്കുന്നത് പോലെ റസൂലിനെ വിളിക്കാൻ പാടില്ല. എല്ലാവരുടെ മുന്നിലും ശബ്ദം എടുക്കുന്നത് പോലെ റസൂലിന്റെ മുന്നിൽ ശബ്ദം എടുക്കാൻ പാടില്ല. ഇത് ആരാണ് കൽപ്പിക്കുന്നത്? അല്ലാഹു ആണ് കൽപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിന്റെ 63-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ ചിലരെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഒരിക്കലും വിളിക്കാൻ പാടില്ല. ഖദ് യഅലമുൽ ലദീന യതസല്ലലൂന മിൻകും ലിവാദാ, കാര്യങ്ങളിൽ നിന്ന് ഊരിപ്പോകുന്ന പ്രവാചകനോട് അപകടം കാണിക്കുന്ന ആളുകളെ അല്ലാഹു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന
അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് അനാവശ്യമായി അഭിപ്രായ വ്യത്യാസം വെച്ചു പുലർത്തുന്ന ആളുകളെയും അല്ലാഹു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ സൂക്ഷിച്ചുകൊള്ളുക. താങ്ങാൻ കഴിയാത്ത ഫിത്നയോ വേദനാജനകമായ ശിക്ഷയോ അവരെ പിടികൂടുന്നത് അവർ സൂക്ഷിച്ചുകൊള്ളുക, അവർ ഭയപ്പെട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂലിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒച്ചത്തിൽ സംസാരിക്കാനോ പ്രവാചകനെ മറ്റുള്ളവരെ വിളിക്കുന്നത് പോലെ പേര് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യാന്ന് വിളിക്കാനോ ഒന്നും പാടില്ല. പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് ബഹുമാനാദരവോടുകൂടി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാണ്. പ്രവാചകന്റെ മൂന്നാമത്തെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാലാമത്തെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. അതിനുശേഷം ഒരു റസൂൽ വരാനില്ല. അതോടുകൂടി വഹി അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തു അഹ്സാബിന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും പുരുഷന്മാരുടെ വാപ്പയല്ല. വലാകിൻ റസൂലല്ലാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഖാതമുൻ നബിയ്യീൻ, അവസാനത്തെ നബിയുമാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ, അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാലാമത്തെ പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മസലി വമസലൽ അംബിയാഇ മിൻ ഖബ്ലി, എന്റെയും എനിക്ക് മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരുടെയും ഉദാഹരണം കമസലി റജുലിൻ, ഒരാളെ പോലെയാണ്. ആ ആൾ എന്താണ് ചെയ്തത്? ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മല, അയാൾ ഒരു വീടുണ്ടാക്കി. ആ വീട് ഏറ്റവും നല്ല രീതിയിലാക്കി അയാൾ. വഅജ്മല, എന്നിട്ട് അതിനെ സുന്ദരമാക്കി മാറ്റി. ഇല്ല മൂദിഅ ലബനത്തിൻ മിൻ സാവിയ, ഒരു മൂലയിൽ ഒരു ഇഷ്ടിക മാത്രം അയാൾ എന്ത് ചെയ്തു? ഒഴിച്ചു വെച്ചു. ആ ഇഷ്ടിക അയാൾ വെച്ചില്ല. ഫജഅല അന്നാസു യതൂഫൂന ബിഹി, ജനങ്ങൾ ഇങ്ങനെ വന്നു. എന്നിട്ട് ആ വീട് ഇങ്ങനെ ചുറ്റിക്കാണാൻ തുടങ്ങി. വയഅജബൂന ലഹു, ആ വീടിന്റെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നാൻ തുടങ്ങി, അത്ഭുതപ്പെടാൻ തുടങ്ങി. വയഖൂലൂൻ, എന്നിട്ട് ജനങ്ങൾ പറയാൻ തുടങ്ങി, ഹല്ലാ വുദിഅത് ഹാദിഹി ലബന, ഈ ഒരു ഇഷ്ടിക കൂടി വെച്ചിരുന്നെങ്കിൽ ഈ വീട് എത്രമാത്രം സുന്ദരമാകുമായിരുന്നു. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅന ലബന, ഞാനാണ് ആ ഇഷ്ടിക. ആ ഇഷ്ടികയും കൂടി പൂർത്തിയാകുന്നതോടുകൂടി വഅന ഖാതിമുൻ നബിയ്യീൻ, ഞാൻ വന്നതോടുകൂടി ആ ഇഷ്ടികയും പൂർത്തിയായി, ആ വീടിന്റെ പണി മുഴുവനും പൂർത്തിയായി. ഇനി ഒരു പ്രവാചകൻ കടന്നു വരാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഞ്ചാമത്തെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി മാത്രമല്ല, സയ്യിദു ബനി ആദം, ആദം സന്തതികളുടെ മുഴുവൻ നേതാവാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻഷഖു അൻഹു അൽ ഖബർ വഅവ്വലു ഷാഫിഅ വഅവ്വലു മുശഫിഅ. മൂന്ന് പ്രത്യേകതകളാണ്. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം സന്തതികളുടെ നേതാവാണ്. രണ്ടാമത്തേത് ഖബർ പിളർന്നുകൊണ്ട് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ വട്ടം സൂറിലൂതുന്ന സമയം ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി മഅ്ശറയിലേക്ക് എഴുന്നേറ്റ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ തന്നെ ആദ്യമായി ശുപാർശക്ക് അല്ലാഹു അവസരം നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുപോലെ തന്നെ ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ആദം സന്തതികൾ മുഴുവൻ അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഷഫാഅത്തിന് വേണ്ടി കെഞ്ചും. ഒന്നാമത്തെ ഷഫാഅത്ത്, ആ ഷഫാഅത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് വീഴും. ആ സുജൂദിൽ പോകുന്ന സമയം അവിടെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മരണം വരെ പ്രവാചകൻ അറിയില്ല. ആ സമയത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും, അത് പ്രാർത്ഥിക്കും. അതിന്റെ ഫലമായി അള്ളാഹു വിചാരണക്ക് വേണ്ടി മഅ്ശറയിൽ വരും. അവിടെ അങ്ങോട്ട് റസൂലിന്റെ ഒരുപാട് ഷഫാഅത്തുകളുണ്ട്. സിറാത്ത് പാല് കടക്കുമ്പോഴുള്ള ഷഫാഅത്തുണ്ട്, സ്വർഗ്ഗപ്രവേശത്തിനുള്ള ഷഫാഅത്തുണ്ട്, നരകമോചനത്തിനുള്ള ഷഫാഅത്തുണ്ട്, സ്വർഗ്ഗത്തിൽ നിന്ന് ദറജ ഉയർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഷഫാഅത്തുണ്ട്. ഒരുപാട് ഷഫാഅത്തുകൾ അവിടുന്ന് അങ്ങോട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാമത്തെ പ്രത്യേകത, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമയുടെ 5 പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസ് തുടങ്ങുന്നത് ഉഅതീതു ഖംസൻ ല യുഅതഹുന്ന അഹദുൻ ഖബ്ലി. എനിക്ക് 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ എനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടില്ല. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നുസിർതു ബിർറുബി മസീറത ഷഹർ. ഒരു മാസത്തെ വഴിദൂരം ഭയം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. ഖന്തക്കിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഭയം കൊണ്ടാണ് സഹായിക്കപ്പെട്ടത്. ശത്രുക്കളുടെ മനസ്സിലേക്ക് അല്ലാഹു ഭയമിട്ട് കൊടുക്കുകയായിരുന്നു, റോബിട്ട് കൊടുക്കുകയായിരുന്നു. ബദറിന്റെ ഭൂമിയിലും അല്ലാഹുവിന്റെ റസൂൽ ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായി റസൂൽ പറയുന്ന പ്രത്യേകത വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ. എനിക്ക് ഈ ഭൂമി മുഴുവൻ പള്ളിയാക്കി തന്നു, ശുദ്ധമാക്കി തന്നു. ഫഅയ്യമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകത്ഹു സ്വലാഹ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയുസൽ, അവൻ നിസ്കരിക്കട്ടെ. എവിടെയാണോ അവനുള്ളത് അവിടെ വെച്ച് നിസ്കരിക്കട്ടെ. ഇത് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടില്ല. അവർക്ക് പ്രത്യേകമായ ആരാധനാലയങ്ങളിലും പള്ളികളിലും വെച്ച് മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ. പക്ഷെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഭൂമി മുഴുവൻ അല്ലാഹു തഹൂറാക്കി കൊടുത്തു, ഭൂമി മുഴുവൻ അല്ലാഹു മസ്ജിദാക്കി കൊടുത്തു. അവർക്ക് എവിടെ വെച്ച് നിസ്കരിക്കാം. ചില ആളുകൾ പറയുന്ന ന്യായം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ വെച്ചിട്ട് എങ്ങനെ നിസ്കരിക്കാം? ഇതിൽ നായി വാങ്ങിയിട്ടുണ്ടാവൂലേ, ഇവിടെ പൂജ ഓടിയിട്ടുണ്ടാവൂലേ, ആളുകൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാവൂലേ, ഇവിടുന്ന് എന്റെ ശരീരത്തിൽ നജിസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് മാത്രം മതി. അവർ പറയുന്ന ഒഴിവ് കഴിവുകളൊന്നും അല്ലാഹുവിന്റെ സവിധത്തിൽ ഉദറല്ല എന്ന് തെളിയാൻ ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? എനിക്ക് യുദ്ധാനന്തര സ്വത്ത് ഹലാലാക്കി തന്നു. എനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും അത് ഹലാലാക്കി കൊടുത്തിട്ടില്ല. മറ്റു പ്രവാചകന്മാരുടെ ഉമ്മത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധാർജിത സമ്പത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ഒരു തീ വന്ന് അത് മുഴുവനും തിന്നുകളയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹലാലാക്കി കൊടുത്തു. നാലാമത്തെ പ്രത്യേകത എന്താണ്? വഉഅതീതു ശഫാഅ. എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടു. മറ്റൊരു പ്രവാചകനും അല്ലാഹു അത് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു വകാന അൻ-നബിയ്യു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ വബുഇസ്തു ഇലാ അൻ-നാസി ആമ്മ. എല്ലാ പ്രവാചകന്മാരും അയക്കപ്പെട്ടത് അവരുടെ പ്രത്യേകമായ സമുദായത്തിലേക്കാണ്. പക്ഷേ എന്നെ ഞാൻ നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാം. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തു യദ്ഉ ബിഹാ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയ്ക്കുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഫയുസ്തജാബു ലഹു ഫയുസാഹ. എല്ലാ പ്രവാചകന്മാരും അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അതവർക്ക് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വഇന്നിഖ്തബഅതു ദഅവതി ശഫാഅത്തുൻ ലിഉമ്മതി യൗമൽ ഖിയാമ. എനിക്ക് അല്ലാഹു നൽകിയ അവസരം ഞാൻ ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? എന്റെ ഉമ്മത്തിന് വേണ്ടി, ശഫാഅത്ത് നൽകുന്നതിന് വേണ്ടി. അതും എന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. റസൂലുള്ളാഹിന്റെ 7ാമത്തെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ജിന്നുകൾക്കുമുള്ള പ്രവാചകനാണ്. ജിന്നുവർഗത്തിനും അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനാണ്, നബിയാണ്, ദൂതനാണ്. ആ ജിന്നുവർഗത്തിന്റെ ശറഉം അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഅാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഓതി തന്നതായിട്ടുള്ള ആയത്താണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക് ബിറബ്ബിനാ അഹദാ. നബിയെ പറയുക, എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ജിന്നുകളിൽ നിന്ന് ചില ആളുകൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു, ആയത്തുകൾ കേട്ടിരിക്കുന്നു. എന്നിട്ട് അവരവരുടെ സമുദായത്തിലേക്ക് പോയിട്ട് പറയുകയുണ്ടായി, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. യഹ്ദീ ഇലർ റുശ്ദ്. അത് നേർമാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫആമന്നാ ബിഹി. അതുകൊണ്ട് ആ ഖുർആനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അതുകൊണ്ട് ഇതിനു ശേഷം ഞങ്ങൾ അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. ജിന്നുകൾക്ക് വേണ്ടിയുമുള്ള പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എട്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഫദായിലുകൾ നൽകിയിട്ടുണ്ട്, ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ അല്ലാഹു ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. ഏതൊക്കെയാണ് ആ ശ്രേഷ്ഠത? ജുഇലത് സുഫൂഫുനാ കസുഫൂഫുൽ മലായിക, നമസ്കാരത്തിന് വേണ്ടിയുള്ള സ്വഫ് അത് മലക്കുകളുടെ സ്വഫ് പോലെയാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ആ സ്വഫ്? കാലുകൾ ചേർത്ത് വെച്ച് തോളുകൾ ചേർത്ത് വെച്ചിട്ടുള്ള സ്വഫിനെയാണ് മലക്കുകളുടെ സ്വഫ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള സ്വഫ് ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തിരിക്കുന്നു. അത് ഒന്നാമത്തെ ഫദലാണ്. രണ്ടാമത്തെ ഫദൽ എന്താണ്? വജുഇലത് ലനൽ അർദു കുല്ലുഹാ മസ്ജിദ, ഈ ലോകം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പള്ളിയാക്കി കൊടുത്തിരിക്കുന്നു, മസ്ജിദാക്കി കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ വിഷയം ഏതാണ്? വജുഇലത് തുർബതുഹാ ലനാ തഹൂറൻ ഇദാ ലം നജിദിൽ മാ, വെള്ളം കാണാത്തപ്പോൾ ആ ഭൂമിയിലെ മണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കാനുള്ള ഒരു ഉപാധിയായി അവർക്ക് നിർണയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ എട്ടാമത്തെ പ്രത്യേകത എന്താണ്? മറ്റു ഉമ്മത്തുകൾക്ക് കൊടുക്കാത്ത ഫദായിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ഒമ്പതാമത്തെ പ്രത്യേകത എന്താണ്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബികൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താണ് ആ കാര്യം? ഉദ്ഉ അലൽ മുശ്രിക്കീന യാ റസൂലല്ലാഹ്, മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കുക, മുശ്രിക്കുകൾക്കെതിരെ റസൂലെ ശാപം നടത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്നറിയോ? പഠിക്കണം, നമ്മൾ ശരിക്ക് പഠിക്കണം, ശരിക്ക് ഗവേഷണം നടത്തണം ആ വിഷയം. പ്രിയപ്പെട്ടവരെ, എന്താണ് റസൂൽ പറഞ്ഞത്? ഇന്നി ലം ഉബഅസു ലആനൻ, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത്. പിന്നെ ഞാൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത്? വഇന്നമാ ബുഇസ്തു റഹ്മത, സുബ്ഹാനല്ലാഹ്, ഞാൻ നിയോഗിക്കപ്പെട്ടത്, ഞാൻ അയക്കപ്പെട്ടത് റഹ്മത്ത് കൊണ്ടാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ആളായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ ഞാൻ അയച്ചിട്ടില്ല ഈ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. മനുഷ്യർക്ക് മുഴുവൻ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യർക്ക് മാനവരാശിക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാൻ കൽപ്പിക്കുന്നത് എന്താണ്? ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണ്, നിങ്ങളിൽ എല്ലാവർക്കുമുള്ള പടച്ചവന്റെ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യ സഞ്ചയത്തിന് മുഴുവനായി കൊണ്ടല്ലാതെ ഞാൻ താങ്കളെ പറഞ്ഞയച്ചിട്ടില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല, അത് തിരിച്ചറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് ജനങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ്, റഹ്മത്തായി കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്താമത്തെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലം അല്ലാഹു സ്വർഗ്ഗത്തിലെ ഒരു ഭാഗമാക്കി കൊടുത്തു എന്നുള്ളതാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ മിമ്പറിന്റെയും എൻ്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിലെ പൂന്തോട്ടങ്ങളിൽ ഒരു പൂന്തോട്ടമാണ്, ഒരു തോട്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, 10 പ്രത്യേകതകൾ ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രത്യേകതകളൊന്നും മറ്റു പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു നൽകിയതാണ്. ആ പ്രവാചകനെ യഥാവിധി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ മാതൃകയാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. അതിനേക്കാൾ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കാനില്ല. ആ വിയോഗം നടന്നത് ഈ മാസത്തിലാണ്, റബീഉൽ അവ്വലിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ അവ്വലാണ് എന്ന് അഭിപ്രായമുള്ളവരുണ്ട്, അതല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ പ്രവാചകൻ്റെ മരണം നടന്നത് ഈ മാസമാണ് എന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വിരളമാണ്. ഈ മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഉലമാക്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഈ നമ്മളെ സാധാരണ പള്ളികളിൽ, അറബി ഖുതുബ പറയുന്ന പള്ളികളിൽ നോക്കി വായിക്കുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അറബി മാസത്തിനനുസരിച്ച് വിഷയങ്ങൾ മാറും. റബീഉൽ അവ്വൽ മാസം ഏത് വിഷയമാണ് ആ മാസത്തിൽ ആ കിതാബിലുള്ളത്? നമ്മൾ വിചാരിക്കും റസൂലുള്ളാഹിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മൗലിദൊക്കെ ആയിരിക്കും. നല്ല, ആ മാസത്തിലുള്ള വിഷയം മുഴുവൻ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ വേദനാജനകമായ ദുഃഖാർത്ഥമായ വ്യസനത്തോടുകൂടിയുള്ള വിഷയങ്ങളാണ് ആ മാസത്തിൽ ആ കിതാബിൽ മുഴുവൻ വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കും അടുത്ത ആഴ്ച പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം നമുക്ക് ആഘോഷിക്കാനുള്ളതല്ല. അങ്ങനെ ആഘോഷിച്ചിട്ട് നമ്മൾ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. സാധാരണ ഈ രീതിയിലുള്ള ആഘോഷങ്ങളെ എതിർക്കുമ്പോൾ സാധാരണ എന്താ പറയുക, ഓന് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല, ഓന് റസൂലുള്ളാഹിനോട് മുഹബ്ബത്തില്ല. ആരാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നമ്മുടെ ഉമ്മാനെക്കുറിച്ചും വാപ്പാനെക്കുറിച്ചും പറയുന്നതിനേക്കാൾ നമുക്ക് വേദനിക്കും നമ്മുടെ റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ വേദനിച്ചിരിക്കണം ഒരു മുസ്ലിമിന്, അല്ലെങ്കിൽ മുഅ്മിനാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സ്നേഹം നമുക്ക് തോരണം കെട്ടാനോ വിളക്ക് വെക്കാനോ ഉള്ളതല്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് ഞാനൊരു വാട്സപ്പിലൊരു വീഡിയോ കേട്ടു. അതിൽ ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ലൈറ്റ് കൊണ്ട് അങ്ങോട്ട് അലങ്കരിക്കണം, ഒരു വിട്ടുവീഴ്ചയും വേണ്ട, ലൈറ്റ് ഇങ്ങോട്ട് ഇടട്ടെ എങ്ങനെ. എന്നിട്ടൊരു മൂസക്കാൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അതിൽ ലൈറ്റ് ആവശ്യമുള്ളവരെന്ത് ചെയ്യുക. ഇപ്പം മാർക്കറ്റിംഗാണ്, ഏതുമാതിരി മാർക്കറ്റിംഗാണ്. സുബ്ഹാനല്ലാഹ്, ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ കച്ചവടം ചെയ്യുന്നതും. ഈ മാർക്കറ്റിംഗ് ട്രിക്സും ഈ ടാക്ടിക്സൊക്കെ ശരിക്ക് ഒരു നല്ല രീതിയിലുള്ള ഹലാലായ ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പോകും. ഇതിങ്ങനെ ഈ ഹറാമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? എന്നിട്ട് ജനങ്ങളോട് പറയാണ്, വീടിങ്ങനെ അലങ്കരിക്കണം, ലൈറ്റ് ഇടണം, ലൈറ്റ് 3 തരം ലൈറ്റുകൾ ഇടണം, എന്നിട്ട് ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കട്ടെ. നൂറുന്നലാ നൂറ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്, റസൂലിനെ കുറിച്ച് പറഞ്ഞതല്ല. നൂറുനാലാ നൂർ എന്ന് അള്ളാഹിനെ കുറിച്ച് പരിശുദ്ധ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി എന്ന ആയത്തിൽ സൂറത്തു നൂറിൽ അള്ളാഹ് പറഞ്ഞതാണ്. അത് റസൂലുള്ളാഹിൻ്റെ പേരിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുക്കാൻ. എന്നിട്ട് അതിനൊരു നമ്പർ കൊടുക്കുക. സ്ത്രീകളുടെ ഗ്രൂപ്പിലേക്കാണെങ്കിൽ വേറൊരാളുടെ നമ്പറുണ്ട്, അതും തരാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സ്വീകരിക്കാനും അനുസരിക്കാനും അനുകരിക്കാനും ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു ലൈറ്റ് കത്തിക്കലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്നേഹം തമ്മിൽ എന്താ ബന്ധം? പ്രിയപ്പെട്ടവരെ, എന്താണ് ബന്ധം? സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? അത് ഈ പറയുന്ന ആളുടെ താടി നോക്കിയാൽ അതിലൊന്നും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്നേഹം കാണാൻ പറ്റൂല. ജീവിതം നോക്കിയാലും കാണാൻ പറ്റൂല. കൊല്ലത്തിലൊരിക്കലും വീട് മുഴുവൻ ലൈറ്റ് കത്തിച്ച പ്രവാചക സ്നേഹമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരിക്കലും പ്രവാചക സ്നേഹമല്ല, പ്രവാചക സ്നേഹമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ യഥാർത്ഥമായ ചേരിയിൽ, യഥാർത്ഥമായ ചൊവ്വായ പാതയിൽ നിലകൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അത്തിൻ്റെയും പുത്തനാചാരങ്ങളുടെയും ചവറ്റുകൊട്ടയിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സംശുദ്ധി കാത്ത് സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കലിമത്തിൻ്റെ വാഹകരാവാനും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
എന്ന കലിമ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉച്ചരിച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.